വന്ന് കിടക്കുവായിരുന്നോ? ഞാൻ വിചാരിച്ചു പുറത്തായിരിക്കുമെന്ന്. നിനക്ക് സന്തോഷമായോ? പിന്നെ എനിക്ക് സന്തോഷമായി. നമ്മുടെ എത്ര നാളത്തെ ആഗ്രഹം ഇങ്ങനൊരു വീട്. എത്ര വാടക വീടുകൾ നമ്മൾ മാറി മാറി താമസിച്ചു. ഇനി പരക്കിക്കിട്ട് നടക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായ ഒരു വീടുണ്ടായല്ലോ. ഇനി സുനന്ദയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. അതിനി സമയമുണ്ടല്ലോ. ഓ, സമയം അതങ്ങ് പെട്ടെന്ന് പോകില്ലേ. പ്രമോദേട്ടൻ വരണം. ഇതേണക്കൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ. എന്താടിയാ, എത്ര നാളായി ഗൾഫിൽ പോയി കിടക്കുന്നു, ഇനിയെങ്കിലും ഇനി തിരിച്ചു വരരുതോ? അതെ അതെ അതെ, ഗൾഫിൽ പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എത്ര ആളുകൾ സുഖമായിട്ട് ജീവിക്കുന്നു. എടാ, ഞാനിവിടെ വന്ന് എന്ത് ജോലി ചെയ്യാനാ? വീട് വെച്ച കടം തീർന്നിട്ടില്ല. പിന്നെ മോളെ കെട്ടിച്ചയക്കണം, ചെറുക്കനൊരു ജോലി ശരിപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലിയൊക്കെ ഇവിടെ തന്നെ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതേ കണക്കൊരു പാർട്ടി കിട്ടണമെങ്കിൽ പ്രമോദേട്ടൻ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അയ്യോ, കൊള്ളാം. എന്തായാലും ഇതാ അങ്ങോട്ട് പിടിക്കുന്നേ. ഇങ്ങോട്ട് താ, ഞാൻ അടിക്കട്ടെ. വെള്ളം ഒഴി, വെള്ളം കുറേച്ചൊക്കെ അടിക്കണേ. ഓ, ഇനിയിപ്പോ എന്തോ നോക്കാനാ? എന്നാ ഇതോടെ എടുത്ത് കഴിക്കും. അതല്ലല്ലോ പ്രധാനം, പ്രധാനം ഇതാണല്ലോ. ഓ, കഴിക്കാൻ എന്തായാലും എന്താ. എന്നാ പുള്ളിക്കൂടെ കൊടുക്ക്. ഒഴി ഒഴി ഒഴി. കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണേ. അത് കുഴപ്പമില്ല. ഓ, അതിന് കൂമ്പും കരളും ഒക്കെ പോയിരിക്കുക. ഇത് എന്തൊരടിയാടെ ഇത്? കൂമ്പ് പാടിപ്പോവും. അവനിതൊന്നും ഒരു കാര്യമല്ല. അതിന് കൂമ്പുണ്ടായിട്ട് വേണ്ടി, അതൊക്കെ പണ്ടേ പോയതാ. എന്തായാലും അപാരം തന്നെ നിന്റെ കാര്യം. എന്നാ മടങ്ങിപ്പോന്ന? ട്രാവൽസ് വരുന്നു പോകണം. ടിക്കറ്റ് കൺഫേം ആയോന്നൊന്നറിയണം. അപ്പോഴേ ഞാൻ പോവാ. എനിക്ക് വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ. ആ ശരി, അപ്പോൾ കാണാം നമുക്ക്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നീ ഇതെങ്ങോട്ടാ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ല, ചുമ്മാതൊന്ന് പുറത്തു പോകുന്നു. ചുമ്മാണെങ്കിൽ നീ എന്തിനാ പുറത്തു വന്നത്? നിന്റെ കൂട്ടുകെട്ടിച്ചിട്ട് കൂടുന്നുണ്ട്. ആണോ? ഇന്ന് പൊടി. നീ ബൈക്കിലാണോ പോകുന്നത്? ബൈക്കിലോ? കണക്കായി. സിസിക്കാർ കണ്ട എപ്പ കൊണ്ടുവന്ന് ചോദിച്ചാൽ മതി. സിസി മുടങ്ങിട്ടെ 3 മാസം കഴിഞ്ഞു. ഈ അച്ഛൻ എന്താ പൈസ അയക്കാത്തത്? അതോ ഈ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ട് സ്വരുക്കുട്ടി വെച്ചേക്കുവാന്നോ? അതേടാ, എനിക്ക് വേണ്ടിയാണ് ഇവിടേക്ക് അച്ഛൻ പൈസ അയക്കാത്തത്. എന്തേലും പാർട്ട് ടൈം ജോലി ചെയ്ത് നീ തന്നെ അടക്കടാ. തുടങ്ങി രണ്ടും. എടാ രമേശ, നീ എവിടാന്ന് വെച്ചപ്പോ? എടി, നീ നിന്റെ ജോലി നോക്ക്. അമ്മേ, ദാ അച്ഛൻ. എന്താ അമ്മേ, അച്ഛനെന്താ പറഞ്ഞേ? അച്ഛന്റെ ജോലി നഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങോട്ട് കേറി വരുവാന്നോ? ജോലി നഷ്ടപ്പെട്ടെന്നോ? എങ്ങനെ? കമ്പനിയിൽ പുതിയ മാനേജർ വന്നു. അയാള് പ്രായമായവരെല്ലാം പിരിച്ചുവിട്ടു. അതിൽ അച്ഛനും ഉണ്ട്. അച്ഛൻ വിചാരിച്ച വേറെ കമ്പനി കയറിക്കൂടെ? എന്തിനാ ഇപ്പൊ കയറി വരുന്നേ? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ വീടിന്റെ ലോണും ബൈക്കിന്റെ സിസി ഒക്കെ എങ്ങനെ അടയ്ക്കാനാ? അമ്മ അച്ഛനെ വിളിച്ച് പറ അവിടെ വേറെ ഏതെങ്കിലും കമ്പനി കയറാൻ. രമേശ, പോടറങ്ങി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അമ്മേ, മോളെ ഇങ്ങത്താ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി വെക്കുന്നത്? എന്നെ ആദ്യമായിട്ടാണ്. അമ്മേ, ഞാൻ പോന്നു. നീ എവിടെ പോകുന്നു? അച്ഛനിപ്പോ വന്നതല്ലേ ഉള്ളൂ, കുറച്ചു കഴിഞ്ഞു പോ. അതിനെന്താ, അച്ഛൻ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ പോവാ. ചേട്ടൻ വിഷമിക്കണ്ട.
ചേട്ടന് ജോലി നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മുതൽ അവൻ ഇങ്ങനെയാ. എന്നും വെച്ച് അവൻ ഇങ്ങനെയാണോ അച്ഛനോട് സംസാരിക്കുന്നത്? പണ്ടൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അച്ഛൻ വരുന്നെന്നറിഞ്ഞാൽ അവൻ ഉറക്കവും ഇല്ലായിരുന്നു, ഊണും ഇല്ലായിരുന്നു. എന്നിട്ടിപ്പോ മതി, നീ നിർത്ത്. ഓ നിർത്തി. അല്ലെങ്കിലും മകനെ കുറിച്ച് ഇവിടെ ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ. അച്ഛൻ അറിയാമോ, ഈ ഇടയായിട്ട് അവന്റെ കൂട്ടിട്ടൊന്നും ശരിയല്ല. ഡീ, നിന്നോടല്ലേ പറഞ്ഞ നിർത്താൻ? രുക്മിണി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് തറ തുടയ്ക്കരുതെന്ന്. മോപ്പൂച്ചി ഉടച്ചാ വൃത്തിയായില്ല, അതുകൊണ്ടാ ഞാൻ. പക്ഷെ തറ മാത്രം വൃത്തിയായ പോരല്ലോ, ഈ മനുഷ്യന്റെ മനസ്സുകൂടി വൃത്തിയാകണ്ടേ? കേറി പോടിയകത്ത്. നീ എന്നതാടി ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതരുത്. നീ അറിഞ്ഞ എനിക്ക് എന്നാടി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം, അത്ര തന്നെ. അവളോടൊരു ഉപദേശം. പൈസ ചോദിക്കുമ്പോഴൊക്കെ നിനക്ക് വർക്കില്ലെന്നാണല്ലോ പറയാറ്. പക്ഷെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ നല്ല വർക്കാണല്ലോ. എന്താ രാജേഷ്, എത്ര നാളായി നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു? അയ്യോ ഷീഫ, അതിന്നലെ ഇത്തിരി ലോഡ് വന്നതാ, അതിൻ്റെ അർജന്റ് വർക്കാണ് നടക്കുന്നത്. ഷീഫിന് സംശയം ഉണ്ടെങ്കിൽ തൊഴിലാളിയോട് ചോദിച്ചു നോക്കാം. നിനക്ക് ഞാൻ പൈസ തന്നത് തൊഴിലാളികളോട് ചോദിച്ചിട്ടല്ലല്ലോ രാജേഷേ. എനിക്ക് നിന്റെ പ്രാരാബ്ദങ്ങളൊന്നും കേൾക്കണ്ട. പലിശയുൾപ്പെടെ 2,60,000 രൂപയായി. എനിക്കത് ഉടനെ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിലേ കളി കാര്യമാവും. ഇല്ല, ഞാൻ ഉടനെ തന്നെ ഒരു മാസത്തിനകം പൈസ തന്നേക്കാം. തന്നാ നിനക്ക് കൊള്ളാം. ഡാ, ആ കിടക്കുന്ന തേക്കും തടി പോരെ നമ്മുടെ ഔട്ട് ഹൗസിന്റെ ഡോറിന്? അത് മതിയാ ചായ. അയ്യോ, അത് നമ്മൾ നാരായണന്റെ തടിയാ, അയാളുടെ മോക്ക് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് പലിശയ്ക്കുള്ളത് മതിയടാ. ഉവേ, ഡാ നീ വാടാ. ചേച്ചി, ഞാൻ ചില പ്രൊഡക്റ്റുകളായിട്ടൊക്കെ വന്നതാണ്. അപ്പുറത്തെ വീട്ടുകാരൊക്കെ വാങ്ങിച്ച്. അയ്യോ, ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. ചേച്ചി അങ്ങനെ പറയല്ലേ, ഈ പ്രൊഡക്റ്റുകളൊന്ന് നോക്ക്. ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകളാണ്. വേണ്ട, അതുമല്ല ചേട്ടനോട് ചോദിക്കാതെ ഞാൻ ഒന്നും വാങ്ങാറില്ല, അതുകൊണ്ടാ. ചേട്ടൻ വേണ്ട, വീട്ടിലുള്ള അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിക്കും. ഇവിടെ ഇപ്പം വേറെ ആരും ഇല്ല, ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. പിന്നീടേക്ക് വാ. എങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ഞാൻ പോട്ടോ. ഈ വീട്ടിലൊരമ്മയും 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ മുൻപ് പ്ലാൻ ചെയ്ത പോലെ ആവണം എല്ലാം. അല്പം പാളിയാൽ അത് പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി, പഴയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ തരുമോ? അയ്യോ ഇല്ല, ഇവിടെ അങ്ങനത്തെ വസ്ത്രങ്ങളൊന്നുമില്ല. പഴയത് ഏതായാലും മതി ചേച്ചി, കുഞ്ഞുങ്ങളായാലും മതി. അയ്യോ, എന്തോ മോളെ നീ കാണിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങിയാ മോളെ. അയ്യോ, എന്റെ മോൻ. വേഗം വാ, വേഗം വാ. അച്ചായ, എന്റെ മോൻ. നായിന്റെ മക്കളെ, എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോവാണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നു. എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. നിങ്ങളിത് എങ്ങോട്ടാ രാവിലെ തന്നെ? എത്രയെന്നും പറഞ്ഞ വീട്ടിനുള്ളിൽ കുത്തിയിരിക്കുന്നത്. ഇരുന്ന് മനുഷ്യന്റെ മനസ്സ് മടുത്ത്. എന്നോട് ദേഷിക്കരുത്. നമുക്ക് ഈ വീടങ്ങ് വിൽക്കാം, കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അതൊന്നും വേണ്ട, ഈശ്വരനൊരു വഴി കാണിച്ചു തരും.
കുറച്ച് വേണമെങ്കിൽ നീ കൂടെ വലിച്ചോ, ഇത് വേറെ ലെവലാ. ഓടാ, എനിക്ക് വേണ്ട. വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കുക, അല്ല അതിനകത്തൊന്നും ഇല്ല. അളി എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ, എടുത്തോണ്ട് പോടാ. നിന്റെ വണ്ടിയുടെ CC അടയ്ക്കണോ? നിന്റെ വീടിന്റെ കടം തീർക്കണോ? നീ ഞങ്ങളോട് കുടിക്കോ വേണമെങ്കിൽ? പട്ടിണി കിടന്ന് ചത്താലും ഈ ചെറ്റത്തരത്തിന് ഞാൻ കൂട്ടിക്കത്തില്ല. നീ നിന്റെ ഒരു തന്തയും അഭിമാനിയായ ഒരു മോനും അച്ഛനും എന്തോ ഉണ്ടാക്കിയതാ. നീ എന്തു പറഞ്ഞതാ? കയ്യറാ, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. വേണമെങ്കിൽ ഞങ്ങളോട് കൂട്, ഇല്ലെങ്കിൽ പോടാ. ഇനി നമ്മൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല, ഞാൻ പോണു. എനിക്കൊന്നും പറയാനില്ല. അല്ല, ആരിത്? എവിടെയായിരുന്നു ഇതുവരെ? കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അമ്മേ, ദാ അമ്മയുടെ പുന്നാരാങ്ങളെ വന്നു. ഒന്നും പറയണ്ട മോളെ. ചേച്ചി, ഒരു ഇത്തിരി വെള്ളം എടുത്തോ. ഓ, എന്തോ ഒരു ദാഹം. നീ ഇതുവരെ എവിടെയായിരുന്നു? ചേട്ടൻ നിന്നെ തിരക്കിയായിരുന്നു. പൊന്നു ചേച്ചി, ഒരു കഥ പറയാൻ പോയതാ. ആ കഥയും മറ്റാരെങ്കിലും സിനിമയാക്കും. അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ഓരോരുത്തർക്ക് കഥ എഴുതി കൊടുക്കാൻ? കളിയാക്കാതടാ മോനെ, അമ്മാവൻ എന്ത് ചെയ്യാനാടാ? എന്റെ കഥ സിനിമയാക്കാൻ എനിക്ക് എവിടെ നടാ പ്രൊഡ്യൂസറെ കിട്ടുന്നേ? അതൊക്കെ പോട്ടെ, എന്തിയേ നിന്റെ അച്ഛൻ? അച്ഛൻ രാവിലെ എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ പെങ്ങളെ അളിയൻ പോയത്? ഇപ്പൊ എന്നും രാവിലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, കുറച്ച് കഴിയുമ്പോ വരും. മോളെ, അച്ഛൻ കുപ്പിയെല്ലാം കൊണ്ടുവന്നാടി. സോറി, ഒന്നും കൊണ്ടുവന്നില്ല. ഓ, ആ പ്രതീക്ഷയും പോയി. നീ ഇതെങ്ങട്ടടാ? ട്യൂഷൻ ഉണ്ടോ? ട്യൂഷൻ ഉണ്ട്. പിന്നെ നിന്റെ ഒരു ട്യൂഷൻ. അല്ല, അമ്മാവനെ പോലെ ഞാനും ഇറങ്ങാം കുറച്ച് കഥയായിട്ട്. എന്തേ? അതിന് നിനക്ക് എന്നെ പോലെ ഭാവന ഇല്ലല്ലോ. ഒന്ന് പോ അമ്മാവാ. അമ്മ ഞാൻ പോകുന്നു. ശരി മോനെ. അളിയാ, ഞാൻ വരണ വിളിക്കാൻ? വേണ്ടളിയാ, ഞാൻ വന്നോളാം. സാധനം വല്ല ഇരിപ്പുണ്ടോ? ഇതാരാ? കൂട്ടുകാരനാ. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് സാധനം പിടിക്കാനോ കൂട്ടാനോട് വല്ലെന്ന്. ഇല്ല, നമ്മളാളാ. കുറച്ച് കഴിഞ്ഞാൽ വന്നാൽ മതി. നമസ്കാരം. ഇതാരൊക്കെയാ? വന്നട്ടെ. വാ, കേറിയിരി. അമ്പലത്തിലെ ഉത്സവമൊക്കെ എവിടം വരെ ആയി? അതിനു വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നത്. ചേച്ചി, പ്രമോദ് ഏട്ടൻ ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തേക്ക് പോയി. ഗൾഫിൽ നിന്നൊക്കെ വന്നതല്ലേ, കൂട്ടുകാരെയൊക്കെ കാണാൻ പോയതായിരിക്കും. അല്ല, വെറുതെ പുറത്തേക്ക് പോയതാ. ഏയ്, അളിയെ ഇപ്പൊ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്നേ. എന്ത്? അല്ല, കുപ്പിയേ. അല്ല, ഇതാരൊക്കെയാ? എല്ലാരും ഉണ്ടല്ലോ. എന്തു വിശേഷിച്ച്? എത്തിയല്ലോ. ഇരിക്കി. ഞങ്ങളെ പ്രമോദ് ഏട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ. അപ്പോ നാട്ടിലെ പ്രമാണിമാരെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അല്ലേ? പ്രമോദ് ഏട്ടാ, എല്ലാ കൊല്ലത്തെയും പോലെ ഈ തവണയും പ്രമോദ് ഏട്ടന്റെ വഹ സദ്യ. അയ്യോ, ഇപ്രാവശ്യം നടക്കത്തില്ല കേട്ടോ. ഞാൻ ഈ വീട് വെച്ചല്ലേ ചെറിയൊരു ഞെരുക്കത്തില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇക്കൊല്ലം ഒന്നും നടക്കില്ല. നിങ്ങൾ ഗൾഫുകാർക്ക് എന്താ ചേട്ടാ ഒരു ടൈറ്റ്? നിങ്ങളവിടെ വാരിക്കൂട്ടുകയല്ലേ? പിന്നെ വാരിക്കൂട്ടാൻ എന്താ? അവിടെ പണം കായ്ക്കുന്ന മരം വല്ലതും ഉണ്ടോ? എന്ത് പറഞ്ഞാലും ശരി, ചേട്ടന്റെ പേര് ഞങ്ങൾ എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത്തവണ എന്നെ ഒഴിവാക്കിയേ പറ്റൂ. ചേട്ടൻ പേടിക്കണ്ട, ഈശ്വരനെ ഇത്രയൊക്കെ വാരിക്കോരി തന്നില്ലേ, ഇനിയും തരും. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, അല്ലേ ചേട്ടാ? പിന്നെ അല്ലാതെ. അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക് ഞങ്ങൾ ഇറങ്ങുക. ഒന്നിന്നേ, കുമാറിൻ്റെ അച്ഛനല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ കുമാറിൻ്റെ ടീച്ചറായിരുന്നു ട്യൂഷൻ സെൻ്ററിലെ. ഓർക്കുന്നില്ലേ? ഓർക്കുന്നു. ടീച്ചർ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഉണ്ട്. കുമാറിൻ്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി ടീച്ചർ? വിശേഷിച്ചെന്തെങ്കിലും? തിരക്കുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതിനു മുന്നേ കുമാറിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ്. അവരത് താങ്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏയ്, ഒന്നും പറഞ്ഞിട്ടില്ല. കുമാർ പഠിക്കാൻ നല്ല കുട്ടിയായിരുന്നു. പക്ഷേ അന്ന് അവന് ചില ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അവൻ അതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇന്നും ഞാൻ അവനെ വീണ്ടും കണ്ടപ്പോൾ മനസ്സിലായി അവൻ മാറിയിട്ടില്ലെന്ന്. എന്തുണ്ടായി ടീച്ചറെ? എന്തെങ്കിലും? കുമാറിന് കുറച്ച് ലഹരി ഉപയോഗവും അതിൻ്റെ കച്ചവടമൊക്കെ ഉണ്ട്. അതൊന്ന് വിലക്കണം.
അറിയാലോ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ. ഇത് തലയ്ക്ക് പിടിച്ച അവന്മാർക്ക് ആരാണെന്നോ എന്താണെന്നോ നോട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് കുമാറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല ടീച്ചറെ. അറിഞ്ഞവർ എന്നോടൊന്നും പറഞ്ഞതുമില്ല. നന്ദിയുണ്ട് ടീച്ചറെ. ഇനി ഞാൻ നോക്കിക്കോളാം. ആ, ഇത് ഞാനാണ് പറഞ്ഞതെന്ന് കുമാർ അറിയണ്ട. എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല ടീച്ചറെ, ഒരിക്കലും അറിയില്ല. പെങ്ങളെ, ഞാൻ പോവുക. നീ ഇതെവിടെ പോകുന്നു? ഇവിടെ നിന്നിട്ട് എന്തിനാ? ആരടുത്തെങ്കിലും പോയി ഒരു കഥ പറഞ്ഞ അവരെങ്കിലും ഒരു കുപ്പി എടുത്തു തരും. കുപ്പി ഉള്ളപ്പോ ഞാൻ കൊണ്ടു തന്നിട്ടില്ലേ അളിയാ? ഡാ, നിനക്ക് മദ്യപിക്കാതെ ഉറക്കം വരത്തില്ലല്ലേ? ഉറക്കം വരാതിരിക്കാനല്ലേ ഞാൻ മദ്യപിക്കുന്നത്. ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭാവന നശിക്കില്ലേ? അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡാ, രമേശന് ഒരു ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോലും ചേട്ടൻ അത് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ മദ്യം? ഓ, അവൻ പോകുന്ന പോക്ക് നോക്കിയ മോൻ വിഷമിക്കണ്ട. അച്ഛനൊരു ഫോൺ മേടിച്ചു തരാം. അച്ഛൻ ഇതെന്താ പറയുന്നേ? നിങ്ങളുടെ കൈ 10 പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന് ഫോൺ മേടിച്ചു കൊടുക്കാൻ പോവാണോ? എന്തായാലും കടം, അതിൻ്റെ കൂടെ ഈ ഒരു കടം കൂടി. നമുക്ക് ആ ജംഗ്ഷനുള്ള സഹീറിൻ്റെ കടയിൽ പോവാം. അവനെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ കടയിൽ നിന്ന് അച്ഛൻ ഒരു ഫോൺ കടം മേടിച്ചു തരാം. സഹീറ, മനസ്സിലായി? പ്രമോദോ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ആ, ഇങ്ങനെയൊക്കെ പോകുന്നു. സഹീറ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ, പറ്റുമോ? എന്താ പ്രമോദേ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ചെയ്ത സഹായത്തിന് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പടച്ചവൻ എന്നോട് പൊറുക്കുമോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ മകനൊരു ഫോൺ വേണം. പൈസ ഞാൻ കുറേശ്ശെ തന്നോളാം. അതാണോ ഇത്ര വലിയ സഹായം? ഇക്ക, ഓൺലൈനിൽ ഇതിന് ഇത്രയും പ്രൈസ് ഇല്ലല്ലോ. അവർക്ക് കടവാടകയും ചെലവൊന്നും ഇല്ലല്ലോ മോനെ. മോനെ, നിന്നെപ്പോലുള്ളവർ ഓൺലൈനിൽ നിന്ന് സാധനം മേടിക്കാൻ നിന്നാൽ നാളെ നമ്മൾ ഒരു മുട്ടുസൂചിക്ക് പോലും അവരെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പം തന്നെ കണ്ടോ, നമ്മുടെ ഈ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ടും സഹീർ നമുക്ക് ഫോൺ തന്നില്ലേ? നീ പറഞ്ഞ ഓൺലൈൻകാർ തരുമോ? അതുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം കച്ചവടക്കാരെ, അല്ലാതെ ഓൺലൈൻ കച്ചവടക്കാരെ അല്ല. അപ്പോൾ ഇനി എന്നാ തിരികെ? നിങ്ങൾ ഗൾഫുകാരോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. ഇല്ല, ഇനി പോകുന്നില്ല. അല്ല, അപ്പോൾ നിർത്തി വന്നതാണോ? നിർത്തിയതല്ല, പറഞ്ഞു വിട്ടതാ. ഇനി എന്തെങ്കിലും ഇവിടെ തട്ടിക്കൂട്ടണം, അത്ര തന്നെ. എന്താണിത്? ഇതെന്താ പൗഡറോ? ഇതെന്ത് സാധനം ഇത്? എന്താണിത്? ടീച്ചർ പറഞ്ഞത് വല്ലതും ആണോ? ഇതെവിടെ നിന്ന് വന്നടാ? നിങ്ങളോട് ആര് പറഞ്ഞു റൂമിൽ കയറാൻ? എനിക്ക് ഈ റൂമിൽ കയറാൻ നിന്റെ അനുവാദം വേണോടാ? ഈ പൈസ എങ്ങനെയാടാ നിന്റെ റൂമിൽ വന്നത്? പറയടാ, പറയാൻ. അത് നിങ്ങളുടെ പൈസ ഒന്നുമല്ല. അല്ലേ? ഇത് ഞങ്ങളുടെ റൂമിലിരുന്ന പൈസ അല്ലെന്നാണോ പറയുന്നത്? ആണെങ്കിൽ എന്താ വേണം? തിന്നാതെയും കുടിക്കാതെയും മാസം മാസം പൈസ മാറ്റി വെക്കുന്നതേ പലിശക്കാരൻ സ്റ്റീഫന് കൊടുക്കാനാ, അല്ലാതെ നിനക്ക് കണ്ണി കണ്ടത് ഓരോന്നും വലിച്ചു കയറ്റാനല്ല. പൈസ വെച്ചിട്ട് പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ തരുമില്ല.
തരൂല തള്ളേ, ഞാൻ. പൈസ എടുത്തിട്ട് വാ. തന്നെ. തരാൻ- തരൂല ഞാൻ. തരാനല്ലേ പറഞ്ഞത്? തരൂല. വിടടാ. ആ, തള്ള പൈസ. വിടാ. തരൂല. വേണ്ട, എന്താണ് നീ കാണിക്കുന്നത്? വേണ്ട. തൊള്ളയുടെ ഭാഗത്തുനിന്ന് വിടടാ. വിടടാ. വിടാൻ. വിടാൻ. വിടാൻ പറഞ്ഞില്ലടാ. വിടാൻ. വിടാൻ. അയ്യോ ചേട്ടാ. ചേട്ടാ. കൊല്ല്. നിന്നെ പോലുള്ളവനെ പോറ്റി വളർത്തുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ ചാകുന്നതാ. പോടാ, ഒന്ന് കൊല്ല്. പോ. ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കുന്ന കള്ളും കഞ്ചാവും വിൽപ്പനയില്ലടാ നിന്റെ പണി. എന്തിനാണോ ഇങ്ങനെ ഒരു മോൻ? ഇറങ്ങി പോടാ നോയേ. പ്രമോദില്ലേ? ആരാമ്മേ? പ്രമോദിന്റെ മോളാണോ? അതെ, മനസ്സിലായില്ല. ആരാ? വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്തുക എന്നുള്ളത് ഒരാതിഥ്യ മര്യാദയാണ്. പക്ഷേ പ്രമോദിന്റെ വീട്ടിൽ എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആരാ? എന്ത് വേണം? പേടിക്കാതെ പെങ്ങളെ, എന്റെ പേര് സ്റ്റീഫൻ. നിങ്ങളുടെ ഭർത്താവ് പ്രമോദ് ഈ വീട് വെക്കുന്നതിനായി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിരുന്നു. പൈസ എന്ന് പറയുമ്പോ ഒരു 3-3.5 ലക്ഷം രൂപ. ഇപ്പോ ഒരു 6-7 മാസമായി. പലിശയും ഇല്ല, മുതലും ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ ആള് ഫോൺ എടുക്കുന്നുമില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആള് നാട്ടിൽ വന്നെന്ന്. പ്രമോദ് ഏട്ടൻ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പ്രമോദ് എന്റെ കൈ കൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ കോൺട്രാക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാനത് കൊടുക്കുകയും ചെയ്തു. പ്രമോദ് ഏട്ടൻ വരുമ്പോ ഞങ്ങൾ പറയാം. പറഞ്ഞാ നിങ്ങൾക്ക് എന്റെ ശല്യമില്ലാതെ ഈ വീട്ടിൽ താമസിക്കാം. അച്ഛൻ വരുമ്പം പറയണം കേട്ടോ മോളെ. എന്താടി നിനക്കൊരു വിഷമം? എന്തു പറ്റി? അല്ല, എന്തു പറ്റി? നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? എന്താടി? എന്താ ഇങ്ങനെ? എന്തിനാ ചേട്ടാ? കണ്ണി കണ്ട കൊള്ളപ്പലിശക്കാരെന്ന് പൈസ വാങ്ങി ഈ വീട് വെക്കണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ കണ്ണി കണ്ടവരല്ല ഈ വീട്ടിൽ കയറി നിരങ്ങുന്നത്. കെട്ടിക്കാനൊരു പെണ്ണുള്ള വീടായത്. നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ സംഭവിച്ചത്? സ്റ്റീഫൻ എന്നൊരാൾ വന്നിരുന്നു. എങ്ങനെയാ ചേട്ടാ ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും? വാടക വീട്ടിലായിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വേണ്ട ഏട്ടാ, നമുക്ക് ഈ വീട് വേണ്ട. ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് വിൽക്കാം, വിറ്റ് കടം തീർക്കാം. ഇത്ര ധൃതി പിടിച്ച എങ്ങോട്ടാ? എത്ര നാളെന്നും വെച്ചിട്ടാ നീ കണ്ണും വെട്ടിച്ച് നടക്കുന്ന പ്രമോദേ? അയ്യോ സ്റ്റീവ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ... മതി മതി, നിർത്ത്. ഞാനേ നിന്റെ വീട്ടിൽ വന്നായിരുന്നു. അവര് പറഞ്ഞു. എന്നിട്ടും നീ എന്നെ വിളിച്ചില്ല. കൃത്യമായി പലിശ തരാമെന്നും പറഞ്ഞല്ലേ നീ എൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയത്? ഞാൻ കൃത്യമായി പലിശ തന്നിരുന്നല്ലോ. ഇപ്പൊ ഗൾഫിലെ ജോലി നഷ്ടമായതുകൊണ്ടല്ലേ. എന്നും വെച്ച് എൻ്റെ പലിശ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് എൻ്റെ മുതലും പലിശയും നാളെ വേണം. അല്ലെങ്കിൽ മറ്റന്നാൾ നിന്റെ വീട്ടിലേക്ക് ഞാനൊരു വരവുണ്ട്. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ പറയരുത്. എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ. ഞാനപ്പോഴത്തേക്ക് എങ്ങനെങ്കിലും വീട്ടിൽ കൊള്ളാം. എങ്ങനെ വീട്ടിൽ വന്നാ നീ പറയുന്നത്? ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന നിനക്ക് ആര് പൈസ തരാനാ? നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ വീട്ടിൽ കിടപ്പിലായ എൻ്റെ വല്യമ്മച്ചിയെ നോക്കാൻ ഒരു പെണ്ണിനെ വേണം. നിന്റെ മോളെ അങ്ങ് പറഞ്ഞയച്ചേക്ക്. അപ്പോ പലിശയെങ്കിലും കുറയല്ലോ. സ്റ്റീഫ, നീ അതിര് കിടക്കുന്നു. നീ എന്താ പറഞ്ഞ? നീ എന്തിനാണ് അലറുന്നത്? നിന്റെ മോളെ എനിക്ക് തരാനല്ലല്ലോ, അവക്കൊരു ജോലി കൊടുക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാളെ കഴിഞ്ഞ് എനിക്ക് എന്റെ പൈസ കിട്ടണം. വണ്ടി എടുക്കടാ. മുഖമല്ലാതിരിക്കുന്നത് ഒന്നുമില്ലടോ. ആ പോയത് സ്റ്റീഫന്റെ കാറല്ലേ? അവനിപ്പം വലിയ മുതലാളിയല്ലേ? അതെ. അവനുമായിട്ട് നിനക്കെന്താ? ഞാൻ തോറ്റുപോയടോ.
മധു എവിടെ? അവനെ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ. ഇന്ന് ആ പ്രമോദിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പുറത്തോട്ട് പോയി. പിള്ളേരെല്ലാം എന്തിയേ? പിള്ളേരെല്ലാം അകത്തുണ്ട്. നീ ഇച്ചിരി കുടിക്കാൻ വെള്ളം താ. ഇറങ്ങി പോടാ. സോറി ഞാൻ പോയേക്കാം. ഒരബദ്ധം പറ്റിയതാ. ഇനി മധുവിനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനങ്ങ് പോയേക്കാം. അമ്മേ, ഞാൻ പോകുന്നു. ആരാ? എന്തു വേണം? എന്താ മോനെ? ഇവരോട് ചോദിച്ചാ മതി, ഞാൻ ആരാന്ന് പറഞ്ഞു തരും. അമ്മേ, ഇതാരാ? സ്റ്റീഫൻ. അച്ഛൻ പൈസ കൊടുക്കാനുള്ള ആളാ. പൈസ ആരാ ഉണ്ടെന്ന് പറഞ്ഞു? ഇങ്ങനെയാണോ ഒരു വീട്ടിലോട്ട് കയറി വരുന്നത്? നിങ്ങൾ പുറത്തു പോകണം. അത് പറഞ്ഞാ പറ്റില്ലല്ലോ. എനിക്കിന്ന് പൈസ കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പറ സ്റ്റീഫൻ അച്ചായൻ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. ആ പറ മോളെ. പേടിയാവുന്ന അച്ഛ, ഒന്ന് പെട്ടെന്ന് വാ. മോള് പേടിക്കണ്ട, അച്ഛനിപ്പോ വരാം. എന്താ പ്രശ്നം? ഇങ്ങനത്തെ പലിശക്കാരൻ വന്ന് ബഹളം വെക്കുന്നത്, ഒന്ന് വേഗം വാ അച്ഛ. മോൾ എന്തിനാ പേടിക്കുന്നേ? അതിന് ഞാനൊന്നും ചെയ്തില്ല. ഇറങ്ങി പോടോ. വന്നല്ലോ നിങ്ങളുടെ അച്ഛൻ. സ്റ്റീവ, നീ ചുമ്മാതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിനക്ക് തരാനുള്ള പൈസ ഞാൻ തരും. നീ പോയിപ്പോ. നടക്കില്ല പ്രമോദേ, നടക്കില്ല. തിരിച്ചടയ്ക്കാൻ വഴിയില്ലാത്തവനൊന്നും ഈ പണിക്ക് നിൽക്കരുത്. അല്ലെങ്കിലേ ഇതാണ് ഗതി. ഏത് ഗതി എന്നാ പറയുന്നത് സ്റ്റീഫ? സഹീർക്ക, നിങ്ങളെന്താ ഇവിടെ? ഒരു കാലത്ത് ഒരു ഗതിയും പലഗതിയും ഇല്ലാതിരുന്ന നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എന്റെ കൂട്ടുകാരനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയിട്ട് അതുപോലെ ഇന്നെന്റെ മറ്റൊരു കൂട്ടുകാരനായ ഇവനെയും കുടുംബത്തെയും ഇല്ലാതാക്കാമെന്ന് നീ കരുതിയോ? ഒരു മുൻപരിചയവും ഇല്ലാതിരുന്ന നിന്നെ ഞാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ഇവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരിക്കും അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീയൊന്നും വലിയ മുതലാളിയില്ലേ. അയ്യോ സഹീർക്ക, ഞാൻ അങ്ങനെയൊന്നും. ആ മതി, നിനക്ക് എത്ര രൂപയാണ് ഇവൻ തരാനുള്ളത്? പറഞ്ഞാ മതി, ഞാൻ തന്നോളാം. ശിവ, ഇവൻ നിന്നോടൊക്കെ കൈനീട്ടിയത് എന്നോട് ചോദിക്കാനുള്ള മടി കൊണ്ടാ. ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. നിന്നെപ്പോലുള്ളവർ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിന്നവനായി ഞാൻ. അതെന്റെ ഗതികേട് കൊണ്ടാ. പക്ഷെ നീ നിന്റെ വീട്ടിൽ കയറി കളിയുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. വിടവനെ. നീ ഒന്ന് സമാധാനിക്ക്. നീ അവനെ വിട്. നീ വിടവനെ. അവനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുറത്തു ഇവിടെ വെച്ച് വേണ്ട. വിടു പ്രമോദി ചേട്ടാ എന്നെ. സ്റ്റീഫ, നീ ഇവന്റെ വീട്ടില് എന്താ കാണിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ നീ ഒന്നോർത്തോ, പൈസ കൊണ്ട് നിനക്ക് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ സാധിക്കുമായിരിക്കും. നിന്നെപ്പോലുള്ളവന്മാരുടെ ആ ഓട്ടത്തിൽ ഈ പ്രമോദിനെയും മധുവിനെയും പോലുള്ളവരെ തളരാതെ താങ്ങി നിർത്താൻ എന്നെപ്പോലെ 1000 പേരുണ്ടാവും. പക്ഷേ നിന്നെപ്പോലുള്ളവരെയൊക്കെ താങ്ങാൻ ആരുണ്ടാവും? ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. വാമോനെ.